ആദ്യമായിട്ടൊരു കൂടിക്കാഴ്ച എന്ത് ഗ്രേസ്ഫുള്ളായിട്ടാണ് യേശു മീറ്റ് ചെയ്തത്. ഇന്ന് യേശുവും നഥാനിയേലും ഒരുമിച്ച് കാണുകയാണ്. ഇവരാദ്യത്തെ കൂടിക്കാഴ്ചയാണെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നഥാനിയേൽ നടന്ന് അടുത്തെത്തിയപ്പോൾ തന്നെ യേശു പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എത്ര മനോഹരമായിട്ടാണ് യേശു ഒരാളെ ഗ്രേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് കേട്ടപ്പോൾ നഥാനിയേൽ ഒത്തിരി സന്തോഷമായിട്ടുണ്ടാകും. ഇതൊരു മോടിവാക്കല്ല, പക്ഷേ എൻ്റെ ഹൃദയം മനസ്സിലാക്കിയ ഒരാൾ എന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അയാളുടെ നന്മകളും അയാളുടെ പുണ്യങ്ങളൊക്കെ യേശു ഒത്തിരി ദൂരെ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത് വന്നപ്പോൾ യേശുവിന് വേറെ ഒരു വാക്കും പറയാൻ തോന്നിയില്ല. ഹൃദയത്തിൽ നിന്ന് വന്ന ഹൃദയം മനസ്സിലാക്കിയ വാക്കുകൾ യേശു അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയെ ഇനി എന്ത് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് അത്രയും ആഴമുള്ളതും വേരുള്ളതായിട്ട് മാറിക്കഴിഞ്ഞു. കാര്യം പിന്നീട് നിനക്കെന്നെ അറിയായിരുന്നോ എന്ന് പറയുമ്പോൾ എനിക്കിതിന് മുമ്പേ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു യേശു. നമ്മുടെയൊക്കെ കൂടിക്കാഴ്ചകൾ എങ്ങനെയാണ്? നമ്മൾ എത്ര മനുഷ്യരെയാണ് ഓരോ ദിവസവും കാണുന്നത്. ചിലരെയൊക്കെ ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്നില്ലേ? എത്ര ഗ്രേസ്ഫുള്ളായിട്ടാണ് നമ്മൾ മുമ്പിലിരിക്കുന്ന ആളോട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ചില മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരൊക്കെ ആദ്യം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രത്തോളം ഹൃദ്യമായിട്ടായിരിക്കും അവർ നമ്മളോട് ചിരിക്കുകയും സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നമ്മളുടെ ആരൊക്കെയോ ആണെന്ന് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടപഴകുന്ന ചില മനുഷ്യരില്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ക്രിസ്തുവിനെ കണക്കാണ്. അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്, ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ഈ യേശു ഫസ്റ്റ് മീറ്റൊക്കെ വളരെ കൃത്യമായിട്ട് ഹൃദ്യമാകുന്ന രീതിയിൽ ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാണുന്ന മനുഷ്യരിലൊക്കെ വേരൂന്നി ആഴ്ന്നിറങ്ങാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങി അവസാനം ഒരു ജീവിത അവസാനമൊക്കെ നമ്മൾ എത്തുന്ന നിമിഷത്തിൽ മനുഷ്യർ എല്ലാവർക്കും ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഈ ഭൂമിയെ വിട്ട് കടന്നുപോയി എന്ന് പറയാൻ തക്ക വിധത്തിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഹൃദയം കീഴടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളും ക്രിസ്തുവിൻ്റെ അടുത്തല്ലേ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്രയം കൺമണി പോ എന്നെ കാത്തിടുന്ന സ്നേഹിതായൻ യേശുവേ, എൻ പാടനും എൻ ദേഹിയും എൻ ആത്മാവും ഏറ്റുപാടും നീ മാത്രം കർത്താവേ. ആരാധിക്കും എൻ കർത്തനെ ജീവയാഗമായെന്നുമെന്നും. ഹല്ലേലൂയ, ആമേൻ. മറക്കുവാൻ കഴിയുമോ ക്രൂശിലെ ആ സ്നേഹത്തെ? പിരിയുവാൻ ആകുമോ അത്യാഗത്തെ ഓർക്കുമ്പോ? അകലില്ല ഞാൻ, പിരിയില്ല ഞാൻ, കാന്തനാ എന്നേശുവേ.
മഹിമയാ ആ ദേശത്ത്